വേറൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വയനയില ഉണങ്ങിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ ഉള്ള സാധനം തന്നെയാണ് വയനയില. അപ്പോൾ അതുപോലെ തന്നെ കുരുമുളകില ഉണങ്ങിയത് അത് നമുക്കിതിനകത്തോട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. പിന്നെ തുളസിയില, അതും എല്ലാം ഉണങ്ങിയതാണ് കേട്ടോ, തുളസിയില. അപ്പോൾ ഇതെല്ലാം ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നല്ല ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിനകത്ത് ഓറഞ്ചിൻ്റെ തൊലിയിട്ട് കൊടുക്കാം, അതേപോലെ തന്നെ പിഴിഞ്ഞ നാരങ്ങയുടെ തൊലിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഒരു സൊല്യൂഷനാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ തലേ ദിവസം ഇതേപോലെ ചെയ്ത് വെക്കുക, നല്ലോണം പിഴിഞ്ഞ നാരങ്ങയുടെ തൊലി. അപ്പം ഇതിനകത്ത് നമുക്ക് 1 ഗ്ലാസ് അളവിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് രാത്രിയാണ് ഞാൻ ചെയ്ത് വെക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു എസെൻസ് എല്ലാം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിന് നല്ലൊരു ഗ്യാസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സോഡയൊക്കെ എടുക്കുന്ന ആ ഒരു അതേപോലെ തന്നെ ഇരിക്കും, നല്ലൊരു ഗ്യാസ്. കാരണം ഇതിൻ്റെ ആ ഒരു എല്ലാ എസെൻസിനകത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ പരലുപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പരലുപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ മുറ്റത്തൊക്കെ തളിക്കുകയാണെങ്കിൽ ഒച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒച്ചിൻ്റെ ശല്യം, അതേപോലെ അണുക്കളൊക്കെ കളയാനൊക്കെ നല്ലൊരു സാധനമല്ലോ ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഡെറ്റോൾ, അപ്പോൾ തലേന്ന് വേണേലും ഇതേപോലെ തന്നെ ഉപ്പും ഇട്ട് ഡെറ്റോൾ ഒഴിച്ച് വെച്ച് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പം എല്ലാം ഇട്ടതിന് ശേഷം കണ്ടോ ഇതേപോലെ ഡെറ്റോൾ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുക. രാവിലെ ആകുമ്പോൾ നല്ലൊരു എസൻസ് തന്നെ അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ലൊരു സൊല്യൂഷനായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഴജന്തുക്കളൊക്കെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടേ വരില്ല. അതേപോലെ തന്നെ നമ്മളെ വീട്ടിനകത്തൊക്കെ കൊതുക്, പല്ലി, പാറ്റ ശല്യം ഒക്കെ പോയി കിട്ടും. അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ഇറങ്ങി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിത് അരിച്ച് ഒരു കുപ്പിക്കകത്തോട്ടാക്കാം. അപ്പം നമ്മുടെ സാധാ ഇതേപോലത്തെ ഒരു കുപ്പിയിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. മുടിയിലൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് എലിപ്പൊത്തുള്ള സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കുക, കിച്ചണിൽ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക, വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കുക, അതുപോലെ നമ്മുടെ പുറത്ത് ജനൽ ഭാഗത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക, കാരണം കൊതുക്, ഇഴജന്തുക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലായിടത്തും ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പല്ലി, പാറ്റ, ഉറുമ്പ്, എലി എല്ലാം ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന 2 കിടിലൻ ടിപ്പ് ഇതിനകത്ത് ഞാൻ ഒരു സൊല്യൂഷൻ റെഡിയാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.